അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഷാബ്സ് പീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി നാടൻ രീതിയിലുള്ള ഒരു അച്ചാറാണ്. അപ്പം നമുക്ക് കുറച്ച് നാടൻ നാരങ്ങ കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ അതൊന്ന് അച്ചാറിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അച്ചാർ പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ നല്ല നാടൻ നാരങ്ങ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ തുടച്ചെടുക്കണം കേട്ടോ. നമുക്ക് വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇനി നമ്മളിത് വാട്ടുന്നതിന് വേണ്ടിയിട്ട് അടുപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ശകലം 2 സ്പൂണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഓരോ നാരങ്ങയില്ലേ, ഈ നാരങ്ങ ഇതിലിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇത് അടിയിൽ ചൂട് കുറച്ച് വേണം, ചെറിയ തീയിൽ വേണം ഇട്ട് വാട്ടാൻ കേട്ടോ. അല്ല പിന്നെ പെട്ടെന്ന് ഇത് തൊലി പെട്ടെന്ന് കറക്കും. അപ്പം നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല ഫ്ലഷി ആയിട്ട് വരും. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ചെറിയ തീയിലിട്ട് കുറച്ച് നേരം നല്ലപോലെ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ ഈ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചട്ടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ചട്ടിയിൽ ചിലപ്പം കറയാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ചിലപ്പം ഈ നാരങ്ങയിൽ ഇതൊക്കെ ആകും, കറയൊക്കെ ആകും. പക്ഷേ നമ്മൾ ഒന്നും വേണം. നമുക്ക് ഇത് എടുത്തതിന് ശേഷം നമുക്ക് തുടച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് പാന് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതിനുള്ള ഈ അച്ചാറിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കണം. അതായത് നമ്മൾ എക്സ്ട്രാ ഒരു അച്ചാർ പൊടിയോ അങ്ങനെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പം നമ്മൾ കടുകും ഉലുവായും കൂടെ ഒരു പാനിലിട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എണ്ണ ഒഴിക്കാൻ പാടില്ല. എണ്ണ ഒഴിക്കാതെ തന്നെ വേണം നമുക്കിത് ചെയ്തെടുക്കാൻ. അപ്പം ഇത് നല്ലപോലെ ഒന്ന് കടുക് ഉലുവായി നല്ലപോലെ ഒന്ന് മൂത്ത് വരും. ആ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത് മിക്സിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. കണ്ടോ, ഇപ്പോൾ ഈ രീതിയിലൊന്ന് മൂത്തെടുക്കണം. ഈ ഒരു പരുവത്തിനായിരിക്കണം മൂത്തെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് നല്ലപോലെ പൊടിച്ചെടുക്കാം. കണ്ടോ, പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ. ഇനി നമുക്ക് നമ്മുടെ ഈ നാരങ്ങ തുടച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഇനി അരിഞ്ഞെടുക്കാൻ പറ്റും. കണ്ടോ, നല്ല ഫ്ലഷി ആയിട്ട് കണ്ടോ വന്നിരിക്കുന്നത് കണ്ടോ. ഇത് പണ്ട് കാലത്തൊക്കെ ആൾക്കാർ അച്ചാറിടുന്ന ഈ രീതിയിലാണ് കേട്ടോ. അപ്പം എനിക്കിത് ഈ റെസിപ്പി കിട്ടിയിരിക്കുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒക്കെ ഹോസ്റ്റലിൽ പോകുമ്പോഴൊക്കെ അച്ചാർ കൊണ്ടുപോയില്ലേ, അങ്ങനെ ആ സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് അച്ചാർ. അപ്പം ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ചട്ടിക്ക് അത് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുകും ഉലുവായി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഉലുവായും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മസാലകൾ ഇടണം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/4 സ്പൂൺ മതിയാകും. അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ 2 സ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് എരിയില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. നമുക്കിത് നല്ലപോലെ എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു ഇതുവരെ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ കായപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മളുടെ അച്ചാർ ഇവിടെ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി കൂടി ചേർക്കാം. അപ്പം ഞാനിവിടെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ കേട്ടോ. നമ്മൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുവാണെങ്കിൽ നല്ലപോലെ അലിഞ്ഞിരിക്കുന്നു. അത് ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യുകയും ചെയ്യാം. നല്ല ഒരു നാടൻ രീതിയിലുള്ള അച്ചാർ, നല്ല ടേസ്റ്റോടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. നമ്മൾ വീണ്ടും ഈ അച്ചാർ ഇഷ്ടപ്പെടാത്തവർ പോലും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു രീതിയിലുള്ള അച്ചാറാണ്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മളിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ടാറ്റാ.